എന്തൊക്കെ നീ പറയണ നിർത്ത്. കാവല് ഇവൻ വണ്ടിയിലൊന്നും പറഞ്ഞ് വിളിച്ചോണ്ട് പോയതാണ്. ഞാൻ പെട്ടുപോയതാണ്. കണ്ടോരൊക്കെ വിളിച്ച് വീട്ടിൽ കേട്ടിട്ട് വല്ല തീവ്രവാദിയാണ് എന്ത് ചെയ്യും സൂചേട്ടാ? ഉറപ്പാണോ? നിനക്ക് പറ്റത്തില്ല അത് പറഞ്ഞാൽ വേണ്ട. വേറെ ആരും കൂടെ പറയിപ്പിക്കുമ്പോ കൊടുക്കത്തെ ഷോയ. പിന്നെ 6 ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ നീയായിരുന്നു. ഇനി 5 ഓപ്ഷൻ കൂടി എടി സുമ അല്ലെങ്കിൽ രമ, ബാലരമ. ഞാൻ സംസാരിക്കട്ടോ. നീ അനീഷ് കുഞ്ഞുവിനെ തല്ലിയല്ലേ? ഇതെന്റെ സാധനം നിന്നോട് ആരോ റൂമിൽ കയറാൻ പറഞ്ഞു. അമ്മ അമ്മ ഞാൻ അമ്മോട്ട് ഇങ്ങോട്ട് വന്നു. ഇവിടെ ഇല്ല ഏട്ടാ. ഇതെന്താണ് ഒരു ആവശ്യത്തിന് ഇവിടെ ആരും ഉണ്ട്? കിടന്നു. എന്താണ്? പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു തന്നെ പെഴാന്ന് വിളിച്ചു. എനിക്കാകെ ദേഷ്യ സങ്കടമൊക്കെ തോന്നി. ഞാൻ അവനോട് പോയി വഴക്കിട്ട്. അപ്പോൾ എല്ലാവർക്കും അങ്ങ് കയറി ത്രില്ലായി. അങ്ങനെ എല്ലാവരും എന്നെ പെഴാന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഞാൻ സമ്മതിച്ചു, അതെ ഞാൻ പിഴയാണ്. അതിൽ പിന്നെ അവർക്ക് എന്നെ കളിയാക്കാനുള്ള ആ ഇൻട്രസ്റ്റ് അങ്ങ് പോയി. അപ്പൊ ഞാൻ പറയണെന്താന്ന് വെച്ചാ, ചേട്ടന് പ്രാന്താ സമ്മതിച്ചാൽ തീരുന്ന പ്രശ്നം ഇപ്പൊ ചേട്ടനുള്ളൂ. അങ്ങ് സമ്മതിക്കേട്ടാ. അതെ, നിനക്ക് സമ്മതിക്കാം. കാരണം നീ ശരിക്കും പിഴയാ. പക്ഷെ ഞാനങ്ങനല്ല. സുഗുവിന് പ്രാന്തില്ല. മനസ്സിലായ? എന്താണ് എന്താണ് ചിരിക്കണത്? മതി. സൂചേട്ടാ, നമ്മളിവിടെ നോയിക്കൊണ്ടുവന്ന നമ്മളെ പറഞ്ഞു വിട്ടെന്ന് മനസ്സിലാവത്തില്ലേ? ഏയ്, നമ്മൾ ക്യാഷ്വലായിട്ട് വർത്താനം പറയണമെന്ന് വിചാരിച്ചോളൂടാ. ആണോ? എടാ, അവൾ എന്തോ എണ്ണുന്നുണ്ടല്ലോടാ. സൂചേട്ടൻ ചെയ്ത കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു കൊടുക്കുക. അതിന് ഞാനെന്ത് ചെയ്ത്? ഏയ്, അതൊന്നുമല്ല. അവളുള്ള എക്സ് ലവേഴ്സിന്റെ എണ്ണ കൊടുക്കുക. ഏയ്, അവളെന്ത് പറഞ്ഞു? ഇതവളുടെ അമ്മ, ഇതവളുടെ അച്ഛൻ, ഇതവള്. അവൾക്ക് 2 വയസ്സുള്ളപ്പോ പെട്ടെന്ന് ഒരു ദിവസം അവളുടെ അച്ഛൻ മരിച്ചു. അപ്പൊ അവളുടെ അമ്മ വേറെ കല്യാണം കഴിച്ചു. എന്നിട്ട് ഇവരെല്ലാരും കൂടി അയാളുടെ വീട്ടിലേക്ക് പോയി. അവിടെ വെച്ച് അമ്മ മരിച്ചു. അപ്പൊ ഇയാൾ വേറെ കല്യാണം കഴിച്ചു. ഇപ്പോൾ അവള് ബയോളജിക്കലി ഓർഫനാണ്. അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അവളൊരു കുടുംബത്തിന്റെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടാ. നിന്റെ കുടുംബം ബെസ്റ്റാ. ഇതിനുള്ള മറുപടി ഞാൻ പറയണോ അതോ സൂചേട്ടൻ പറയുന്ന? നീ പറ. സൂചേട്ടൻ പറ. നീയല്ലേ ഇപ്പൊ പറഞ്ഞ പറയാന്ന്. ഈ സൂചേട്ടൻ പ്രശ്നമായിട്ട് അവക്ക് പഠിക്കണം, വീട്ടുകാർ സമ്മതിക്കുന്നില്ല. അതാ പ്രശ്നം. എന്ത് സ്റ്റിക്കർ വർക്കിംഗ്? ഞാൻ തന്നെ കട ഷട്ടർ ഇടാൻ പോകണം. ദൈവൻ മണലോരാൻ വേണ്ടി നിൽക്കുകയാണ്. ഓ, അതല്ല, ഉപരിപഠനം. ഉപരിപഠനോ? ഇവിടെ അങ്ങനെ ഒരു അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇത്ര എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾ അവസാനം അവളെ പോയി കേട്ടരുത്. ഒന്ന് പോയേടി. സൂചേട്ടാ, സൂചേട്ടാ, അവളെന്തോ പറയാൻ പറ്റാത്ത കാര്യത്തിന് ഒളിച്ചോടുന്നത്. പഠിക്കാനാണെന്ന് പറഞ്ഞിട്ട് പഠിക്കാനാരല്ലോ ഒളിച്ചോടുവോ? സൂചേട്ടൻ പഠിക്കാൻ ഒളിച്ചോടിയിട്ടുണ്ടോ? പിന്നെ ഇവനെട്ടാളെ കെട്ടിട്ട് ഒന്നുണ്ടല്ലോ സ്കൂളിൽ കൊണ്ടായിരുന്നു. ഞാൻ ഈ ക്ലാസ്സിലെ കാര്യം പറയണ്ട. പിന്നെന്തായിരിക്കും കാര്യം? കാര്യത്തിന് നമ്മളറിയണേ, അവള് കല്യാണത്തിന്റെ തലേ ദിവസമാണ് ഒളിച്ചോടി പോകുന്നത്. അതായത് അവൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. അപ്പൊ നമ്മളെന്ത് ചെയ്യണം? നമ്മളല്ല, നീ അവളോട് ഇന്ന് കല്യാണം കഴിക്കാന്ന് പറയണം. അപ്പൊ അവള് ഇവിടുന്ന് ഒളിച്ചോടി പോകും. നമ്മള് സേഫായി. എങ്ങനെ അവളെങ്ങനെ സമ്മതിച്ചാലാ? അവള് സമ്മതിച്ചാൽ കെട്ടണോ? സുഖു നല്ല പെണ്ണല്ലേ? നിനക്കാണെ വേറെ പെണ്ണെന്ന് കൊണ്ടിട്ടാ. സൂചേട്ടാ, ഈ ഐഡിയ കൊള്ളാം. സൂചേട്ടൻ അകത്ത് നിന്ന് അവളടുത്ത് കെട്ടിക്കൊള്ളാന്ന് പറ. അപ്പൊ അവളൊന്ന് പേടിക്കും.
അങ്ങനെ പേടിച്ചവിടെ തകർന്ന് നിന്റെ കാലിൽ വീണ് പറയും. സുഖിച്ചേട്ടാ എന്നെ വിടൂ ഞാൻ പൊക്കോട്ടെ. അപ്പം സുഖിച്ചേട്ടൻ പറയണം, നിനക്ക് ഇവിടുന്ന് പോവാൻ അനുവാദമില്ല. അങ്ങനെ തകർന്ന് നിൽക്കുന്ന അവളുടെ കരച്ചിൽ കണ്ട് കണ്ട് മടുക്കുമ്പോ നീ പറയണം, ജാവോ ആവോ വായോ പോ. പോയി പറ. എനിക്ക് ആ പെണ്ണിനെ പിടിച്ചില്ല കേട്ടാ. എനിക്കും അടിയനെ പോന്നു. കിടന്നിന്റെ മറ്റേ വട്ടിന്റെ കേസറിഞ്ഞ പോരാൻ പറ്റിയില്ല. കപ്പവറിയായിരുന്നു. ഇനിയിപ്പോ ഇതിന് തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാനൊന്ന് പോകുന്നുള്ളൂ. നന്നായി. എന്ത് പരിപാടിയാണ് നീ കാണിച്ചേ? ഇല്ലാത്ത വയ്യാവയിലേക്ക് നീ എന്തിനാ എടുത്ത് തലയെ വെച്ചോണ്ടിരിക്കണത്? മതാണോ നിന്റെ പ്രശ്നം? എടി, എല്ലാവരുടെയും ചോരയുടെ കളർ ഒന്ന് തന്നെയാണ്, ചുവപ്പ്. കോഴിയുടെ ചോരയും ചുവപ്പ് തന്നെയാ എന്ന് വെച്ച് പോയി കോഴിനെ പിടിച്ചു കെട്ടുവോ? ഒരു മാതിരി മനുഷ്യന്മാരെ കാര്യം പറയുമ്പോഴേക്കും കോഴിക്കാരും പറഞ്ഞു കേട്ടല്ല. ഇനിയിപ്പോ നടക്കാനുള്ളൊക്കെ നടന്ന്. എടാ മോനെ, നീ ചോറിന്നത് പോയതെന്താ? മോൾ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചെന്നറിയോ? അശ്വതി മോളെ, ആ ചെക്കൻ എടുത്തോ. അശ്വതി മോള നാളെ അശ്വതി ആയതുകൊണ്ട് വിളിക്കാൻ എളുപ്പമാണല്ലോ. ഓ, നാളൊക്കെ നോക്കിയല്ലേ, നന്നായി. അമ്മക്കിനി റെസ്റ്റ് എടുക്കാം. അടുക്കള ഇവള് നോക്കട്ടെ. ഞാനൊരു കാര്യം തീരുമാനിച്ച്, എന്റെ കല്യാണം പെട്ടെന്ന് നടത്താന്ന് വിചാരിച്ചു. വലിയ ആർഭാടമൊന്നുമില്ല, രജിസ്റ്റർ മാരേജ്. അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കാട്ടാ. അച്ഛനൊന്ന് കടയിൽ നിന്ന് വന്നിട്ട് പോരെ. ഈ അടുക്കളയിൽ വെച്ച് നടത്താനല്ല പറഞ്ഞു. എന്നാ ഓക്കെ. നാളെയോ മറ്റന്നാളോ. എന്താ സുമ, ഈ എണ്ണ ഇവിടെ തരാൻ പറഞ്ഞു. ഒന്ന് മേടിക്കളിയെ നോക്കിക്കണ്ട്. ഇനി വന്നേരും മോളെ. മോനെ, ഇന്ന് കല്യാണത്തിൽ കുറച്ച് തേങ്ങ പോയിച്ചു തരുമോ? അശ്വതി മോക്ക് പായസം ഉണ്ടാക്കാനാ. ഉണരൂ വേഗം നീ സുമറാണി, വന്നു നായകൻ, പ്രേമത്തിൻ മുരളീ ഗായകൻ. മലരേ തേൻ മലരേ മലരേ. അമ്മ തേങ്ങ എവിടെ ഇരിക്കണം? അമ്മ തേങ്ങ എവിടെ ഇരിക്കണേ? ചായപ്പില്. എന്താടാ നിങ്ങൾക്ക് ഈ കപ്പ കൃഷി ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എന്തിന്? അയ്യോ, ഷീബയുടെ അപ്പനാ. കേറി വാന്ന് ഇരിക്കി. അമ്മ ഇതാരോ വന്നിരിക്കണം നോക്കിയേ. ഉള്ളത് ചായ എടുത്തോ. കുട്ടികൾ കല്യാണം ആർപ്പാടാക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ കാരണവന്മാരാണല്ലോ ഇതിനൊരു തീരുമാനം എടുക്കേണ്ടത്. ഏത്? നമുക്ക് ഇവരുടെ കല്യാണം ഉണ്ടല്ലോ, അതിഗംഭീരമായിട്ടൊക്കെ നടത്തിയേക്കാം. ബേബിന്നും കണ്ടല്ലേ പേര് പറഞ്ഞത്. ഓ, വീട്ടിലത്തെ ആദ്യത്തെ കല്യാണം നമുക്ക് തകർക്കാം. ഷീബനെ കൊണ്ടുപോകുമെന്നാ. ഞാൻ വരുന്നില്ല. നീ വന്നു കയറിക്കണ ഒരു കുടുംബത്തായതുകൊണ്ടാ പറഞ്ഞു തീർക്കാന്ന് ഓർത്ത് ഒറ്റയ്ക്ക് വന്നത്. ബേബിച്ചായ, എന്താ ഇത്? കൊച്ചുകുട്ടികളല്ലേ, അവരുടെ ആഗ്രഹമല്ലേ, അതങ്ങ് സാധിച്ചു കൊടുത്തേക്കാം അങ്ങോട്ട്. അതിനൊരു പ്രശ്നമുണ്ട്. മതമാണോ പ്രശ്നം? എല്ലാവരുടെയും ചോരയുടെ കളർ ഒന്ന് തന്നെ. 18 വയസ്സ് തികഞ്ഞിട്ടില്ല. അയ്യോ, കല്യാണമ്മ കല്യാണം കല്യാണമ്മ കല്യാണം കല്യാണം. അനീഷേട്ടാ, ഇന്ന് അനീഷേട്ടാ വെള്ളം. നിന്നെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോകാൻ എനിക്ക് നിന്റെ അനുവാദം വേണ്ട. അങ്ങനെയാണെങ്കിൽ പ്രായവൃത്തിയാവുന്നതിനെ കെട്ടിച്ചിടുന്നതിന് ഡാഡി പോലീസ് കൊണ്ടുപോണ്ടേ? ഡാഡി ഒരു കാര്യം എനിക്ക് മണ്ടത്തരം കാണിച്ച് എന്തായാലും പോലീസ് കൊണ്ടു. നമ്മുടെ ഡാഡി വന്നിട്ടുണ്ട്. അവക്ക് 18 വയസ്സായിട്ടില്ലെന്ന് പറഞ്ഞു. ആർക്ക്? ഷീബയ്ക്ക്. ആര് പറഞ്ഞു? അവളച്ഛൻ. ഒന്ന് പോടാ അവിടുന്ന്. ചുമ്മാ കല്യാണം നടത്താൻ പോയി പെണ്ണിന് 18 ആയിട്ടില്ലെന്ന്. ചുമ്മാ പറഞ്ഞായിരിക്കും. പോയി ചായ എടുക്കാൻ മാറില്ലേ? ഞങ്ങൾ ചുമ്മാ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. എന്തിനാടാ? ചുമ്മാ ഒന്ന് എക്സ്ട്രാ എടുക്കാൻ. ചുമ്മാ. സൂചോട്ടം വേണേ ചുമ്മാ ഒന്ന് ഒളിവിപ്പോക്കോ. എന്തിന്? ചുമ്മാ. ഓ, ചുമ്മാ. നമ്മളായിട്ട് വിളിച്ചിട്ട് വന്നല്ലേ, നമ്മളായിട്ട് വന്ന് കയറിയത്. ഷീബയുടെ പെണ്ണ് ഇവിടെ എന്താ പറഞ്ഞത്?